മാരകമായ വിഷപ്പുകയെ ശേഖരിച്ച് അതിന് കാരണക്കാരായ നമ്മെക്കൊണ്ട് തന്നെ അത് വാങ്ങിപ്പിച്ച് കോടികൾ സമ്പാദിക്കുന്ന ഒരു സംരംഭകനുണ്ട്. 2012 ഒരു ഡീസൽ ജനറേറ്ററിൽ നിന്നും പുറത്തേക്ക് പോകുന്ന കരിമ്പുകയെ മറ്റൊരു രീതിയിൽ ശ്രദ്ധിച്ചപ്പോഴാണ് അതിൽ നിന്നും ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആശയം അനിരുദ്ധ് ശർമ്മ എന്ന ചെറുപ്പക്കാരന്റെ മനസ്സിലേക്ക് വന്നത്. അന്ന് തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന വായു മലിനീകരണത്തിന് കാരണമാകുന്ന കാർബൺ പാർട്ടിക്കിൾസിനെ വേർതിരിച്ചെടുക്കാനുള്ള ശ്രമം തുടങ്ങി. അങ്ങനെ ഒരുപാട് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്സിലൂടെ കാലിങ്ക് എന്നൊരു ഡിവൈസ് വികസിപ്പിച്ചെടുത്തു. വാഹനങ്ങളുടെ എക്സോസ്റ്റ് പൈപ്പുകളിൽ നിന്ന് വരുന്ന വിഷപ്പുകയെ അതിലൂടെ ശേഖരിച്ച് അതിനെ നിത്യോപക സാധനമായ ഇങ്ക് അഥവാ മഷിയാക്കി മാറ്റി. 2016 ഗ്രാവിക്കി ലാബ്സ് എന്ന പേരിട്ട സംരംഭം എയർ ഇങ്ക് എന്ന പേരിൽ പൊല്യൂഷനിൽ നിന്നും ഉണ്ടാക്കിയ ഈ മഷിയെ മാർക്കറ്റിൽ എത്തിച്ചു. 150 ലിറ്റർ എയർ ഇങ്ക് ഉപയോഗിച്ച് ദിസ് ആർട്ട് ഈസ് പെയിന്റഡ് വിത്ത് എയർ പൊല്യൂഷൻ എന്ന പേരിൽ നടത്തിയ ആഡ് ക്യാമ്പയിനിൽ ഒരുപാട് കലാകാരന്മാർ അണിനിരക്കുകയും എയർ പൊല്യൂഷനെതിരെയുള്ള ഒരു വിപ്ലവമായി മാറുകയും ചെയ്തു. ഇതിനകം 1.6 ട്രില്യൺ ലിറ്റർ വായുവിനെയാണ് ഗ്രാവിക്കി ലാബ്സ് ശുദ്ധീകരിച്ചിരിക്കുന്നത്. വാഹനങ്ങൾ പുറന്തള്ളുന്ന ക്യാൻസറിനോ മറ്റു രോഗങ്ങൾക്കോ കാരണമാകേണ്ടി വരുന്ന വിഷപ്പുകയെ പെയിന്റിങ്ങിനും വരയ്ക്കും എഴുതാനും ഒക്കെ പറ്റുന്ന ഉപയോഗപ്രദമായ ഒരു വസ്തുവാക്കി മാറ്റി എന്നതുകൊണ്ട് തന്നെ അനിരുദ്ധ് ശർമ്മ എന്ന സംരംഭകനെ എത്ര പ്രശംസിച്ചാലും മതിവരില്ല. ആദ്യ വർഷത്തിൽ തന്നെ $1.2 മില്യൺ ഇൻകമാണ് ഗ്രാവിക്കി ലാബ്സ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്.